ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന ഫ്ലവേഴ്സ് ഒരു കോടിയെക്കുറിച്ചാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. മലയാളി പ്രേക്ഷകർക്ക് ഒരുപക്ഷെ മനസ്സിൽ ഇടുത്തി പോലെ കേൾക്കുന്ന ഒരു ഡയലോഗ് ഈ അടുത്തിടെ വന്നു. മാപ്രാണം സ്വദേശി ജോഷി ആൻ്റണിയാണ് ഇക്കാര്യം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് കരുവന്നൂർ സഹകരണ ബാങ്ക് നിങ്ങൾക്കറിയാം, അവിടെ ഒരുപാട് നിക്ഷേപകർക്ക് പണം നഷ്ടപ്പെട്ടു. അവിടെ ഏതാണ്ട് 84 ലക്ഷം രൂപയോളം ജോഷി ആൻ്റണിക്ക് മടക്കി കിട്ടാനുണ്ട്. അദ്ദേഹം കടുത്ത രോഗബാധയുള്ള ആളാണ്. ട്യൂമറൊക്കെ ബാധിച്ച് വല്ലാത്തൊരു അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. വല്ലാത്തൊരു നിസ്സഹായതയാണ് അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ. ഒരു നിർമ്മമതയുണ്ട്. അദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു കാര്യം പറഞ്ഞു. അതായത് ഈ ജനുവരി 30 നിങ്ങൾക്കറിയാം ഗാന്ധിജി വെടിയേറ്റ് മരിച്ച ദിവസമാണെന്ന്. ഈ രക്തസാക്ഷിത്വ ദിനത്തിൽ ഒരു ദയാവധത്തിന് എന്നെ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് അദ്ദേഹം മുഖ്യമന്ത്രിക്കും കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനും കത്തയച്ചു. അതായത് ഈ പണം മടക്കി കിട്ടുന്നില്ലെങ്കിൽ ദയാവധത്തിനെങ്കിലും അനുവദിക്കണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ അപേക്ഷ. അപേക്ഷയിൽ തീരുമാനമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇന്നലെ അദ്ദേഹം ഷൂട്ടിംഗ് ആയിരുന്നു, ഇന്ന് സംപ്രേഷണം ചെയ്യുന്ന പരിപാടിയുടെ. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഒരു മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്കൊന്ന് ഇടപെടാൻ വേണ്ടി കുറച്ച് സമയം തരാമോ? അപ്പോൾ അദ്ദേഹം ഒരു കൂസലുമില്ലാതെ നിർമ്മമതയോടെ പറഞ്ഞു, ജനുവരി 30 വരെ അങ്ങേക്ക് സമയം കിട്ടും, അത് കഴിഞ്ഞാൽ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ വെയിറ്റ് ആൻഡ് സീ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അർത്ഥോക്തിയിൽ അദ്ദേഹം വിരമിച്ചു. ജനുവരി 30 കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് ജോഷിയാനോട് ചോദിക്കുമ്പോൾ എനിക്കൊന്നേ പറയാനുള്ളൂ, ഈ മനുഷ്യനെ നമ്മൾ മരണത്തിന് വിട്ടുകൊടുക്കരുത്. കമ്മ്യൂണിസ്റ്റ് സൗന്ദര്യശാസ്ത്രത്തിൻ്റെ അന്തസത്ത തികച്ചും മനസ്സിലാക്കിയിട്ടുള്ള, എന്ന് മാത്രമല്ല EMSനെ പോലെയുള്ള കമ്മ്യൂണിസ്റ്റ് പോരാളികളെ വീട്ടിൻ്റെ ഉച്ചയിൽ ഒളിച്ചിരുത്തിയ ഒരു വീട്ടിൽ നിന്ന് വരുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ വർത്തമാനകാല ദുരന്തമാണ് ഇദ്ദേഹത്തിലൂടെ വെളിവാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ മനുഷ്യനെ മരണത്തിലേക്ക് വിട്ടുകൊടുക്കരുതെന്ന അഭ്യർത്ഥന ഞാൻ ഈ കാര്യത്തിൽ ഇടപെടും എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അതനുസരിച്ച് ഞാൻ ഇന്ന് രാവിലെ മന്ത്രി കെ രാധാകൃഷ്ണനുമായിട്ടും ഒക്കെ സംസാരിച്ചിട്ടുണ്ട്. 2 സഹകരണ മന്ത്രിയുമായിട്ടും ഞാൻ ഇന്ന് സംസാരിച്ചു. അവരെന്തെങ്കിലും കാര്യം ഇതിൽ ചെയ്യുമെന്നാണ്, ഇടപെടാൻ കഴിയും അവർക്കെന്നാണ് എൻ്റെ വിശ്വാസം. VN വാസവനും കെ രാധാകൃഷ്ണനും മന്ത്രിമാരാണ്. അവർക്ക് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി എന്തെങ്കിലും ഈ കാര്യം ചെയ്യാൻ കഴിയുമോ എന്ന് അന്വേഷിക്കുകയാണ്. ഇന്ന് സംപ്രേഷണം രാത്രി 9 മണിക്ക് ഫ്ലവേഴ്സിൽ സംപ്രേഷണം ചെയ്യുന്ന ഈ പരിപാടിയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ചില ഏറുപടക്കം പോലെ വീഴുന്ന വാക്കുകളിലേക്ക്. ജോഷി ആൻ്റണി, താങ്കൾക്ക് സ്വാഗതം. ഇത് ജോഷി ആൻ്റണി. കബളിപ്പിക്കപ്പെട്ടവരുടെ പ്രതിനിധിയായി സമൂഹത്തിനു മുന്നിൽ തല ഉയർത്തി നിന്ന് ജോഷി ആൻ്റണി പ്രഖ്യാപിച്ചു, ജനുവരി 30 ദയാവധം വേണം. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനും മുഖ്യമന്ത്രിക്കും കത്തയച്ചു ഈ സഖാവ്. ഞാനൊരു കാര്യം പറയട്ടെ സാറാ, നമ്മൾ ഒരു ചെടി വെച്ച് കഴിഞ്ഞാൽ വളർച്ച മുറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അടിക്കമ്പ് വലുതായി വരണമെങ്കിൽ തല വെട്ടി കൊടുക്കണം. തല വെട്ടി കൊടുത്തു കഴിഞ്ഞാൽ അടിക്കമ്പ് വലുതെക്കാൻ പഠിക്കും. എപ്പോഴും അങ്ങനെ സംഭവിക്കുമോ? ചെയ്യാലോ, അത് എൻ്റെ ആവശ്യം ഇനി അവിടെ ഇല്ല. വെച്ചാലെങ്കിൽ ഈ കുടുംബത്തിന് ദ്രോഹം മാത്രം ചെയ്തിട്ട് പോയിട്ടുള്ള ഒരാളിനെ അതവിടെ നിലനിർത്തി ഞാൻ ശീലിപ്പിക്കാൻ പാടില്ല, ഞാൻ പഠിപ്പിക്കാൻ പാടില്ല. ഞാൻ തെറ്റാ ചെയ്തിട്ടുള്ളത്. ദയാവധം ആവശ്യപ്പെട്ട് കത്തയച്ച വിവരം കുടുംബം അറിഞ്ഞില്ല. കണ്ണീരുണങ്ങാത്ത ദിനങ്ങളാണ് ഭാര്യയ്ക്കും മക്കൾക്കും. അല്ല, അവരും അറിഞ്ഞു കാണൂല്ലോ. അവരെന്താ അറിഞ്ഞൂലോ, അവര് കോളേജിൽ നിന്ന് വരുന്നത് പലപ്പോഴും കരഞ്ഞിട്ടാണ്. അപ്പൻ്റെ ട്യൂമറിൻ്റെ സ്റ്റേജ് ആണെന്ന് കുട്ടികൾ ചോദിക്കുമ്പോൾ എന്ത് സന്തോഷമാണ് വീട്ടിലുണ്ടാവുക. ഞാൻ മടുത്തു കഴിഞ്ഞിട്ടാണ് ഈ സാധനം ചെയ്തിട്ടുള്ളത്. എന്തിനാണ് എന്നോട് ഇങ്ങനെ? കരുവന്നൂർ ബാങ്കിലെ ഉദ്യോഗസ്ഥർ തന്നെ കണ്ടാൽ ഒളിച്ചിരിക്കുകയാണെന്ന് ജോഷി ആൻ്റണി. ഇപ്പോൾ ഇവർ പൈസ ഇപ്പോൾ തരാം, 1 മാസം കൊണ്ട് തരാം, 2 മാസം കൊണ്ടൊക്കെയാണ് അഡ്മിനിസ്ട്രേറ്റർ രവീന്ദ്രൻ എന്നോട് പറഞ്ഞത്. മാനേജർ ബൈജു കൂടിയിട്ട് ഒളിച്ചിരിക്കുകയാണ്. അതിൻ്റെ താഴെ ഒരു കുഞ്ഞു മുറിയിൽ ഇവർ ഒളിച്ചിരിക്കുകയാണ്. ഇവരെന്തിനാണ് ഒളിച്ചിരിക്കണേ? ജോഷി ആൻ്റണിയുടെ സങ്കടം ഓരോ മലയാളിയുടേതുമാണ്. ഈ സാധു മനുഷ്യനെ വിധിക്ക് വിട്ടു നൽകാൻ നമുക്കാകില്ല. താങ്കളോട് എനിക്കുള്ള റിക്വസ്റ്റ്, ഈ ജനുവരി 30 എന്ന് പറയുന്നൊരു തീയതി താങ്കൾ നീട്ടിവെക്കും. അത് എൻ്റെ റിക്വസ്റ്റാണ് താങ്കളോട്. താങ്കൾ നിരാകരിക്കാം, സ്വീകരിക്കാം. അപ്പോൾ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാരണം താങ്കൾക്ക് കുടുംബവും എല്ലാവരും ആൾക്കാർ പറഞ്ഞ 2 മക്കൾ പഠിക്കുന്നു, അവരുടെ ജീവിത സാഹചര്യം അതെല്ലാം പരിഗണിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. എനിക്ക് കൂടി ഇതിൽ നിന്ന് ഇടപെടാനൊരു അവസരം താങ്കൾ തരിക. ഫ്ലവേഴ്സ് ഒരു കോടിയിൽ പങ്കെടുത്ത് ജോഷി ആൻ്റണി ചില അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി 7 മണിക്ക് സംപ്രേഷണം. കരുവന്നൂർ സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ച പണം തിരിച്ചു കിട്ടിയില്ലെങ്കിൽ ഈ മാസം 30 ദയാവധത്തിന് അനുമതി തേടി മുഖ്യമന്ത്രിക്കും ഹൈക്കോടതിക്കും കത്തയച്ച് കാത്തിരിക്കുന്ന ജോഷി ആന്റണി. അമൃത് വേണി ഹെയർ എലിക്സർ, ഫ്ലവേഴ്സ് ഒരു കോടി, ഇന്ന് രാത്രി 9 മണിക്ക് ഫ്ലവേഴ്സിൽ. ന്യൂസ് ഡെസ്ക് 24. എന്തായാലും ജോഷി ആൻ്റണിയുടെ വാക്കുകൾ നിങ്ങൾ കേൾക്കണം. പ്രദീപ് ഇതിന് വോയിസ് ഓവർ നൽകിയപ്പോൾ പറ്റിയൊരു പിഴവാണ്. ഇന്ന് രാത്രി 7 മണിക്കല്ല, ഇന്ന് രാത്രി 9 മണിക്കായിരിക്കും ഫ്ലവേഴ്സ് ഒരു കോടി സംപ്രേഷണം ചെയ്യുക. ഒരുപക്ഷെ ഈ മനുഷ്യൻ്റെ വാക്കുകൾ ഇപ്പോഴും എൻ്റെ മനസ്സിലിങ്ങനെ പ്രതിധ്വനിച്ച് കേൾക്കുകയാണ്. ജനുവരി 30 കഴിഞ്ഞാൽ വെയിറ്റ് ആൻഡ് സീ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇന്ന് രാത്രി നിങ്ങൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കുക.
വൈരുദ്ധ്യാധീശിക ഭൗതികവാദമൊക്കെ തന്നെ ജീവിതത്തിൽ കൊണ്ടു നടന്ന, മനസ്സിൽ നെഞ്ചേറ്റിയ ഒരു മനുഷ്യൻ്റെ ജീവിത ദുരന്തത്തിൻ്റെ കഥയാണ് ഇന്ന് ആവിഷ്കരിക്കപ്പെടുന്നത്. രാത്രി 9 മണിക്ക് ഫ്ലവേഴ്സിൽ.